വിജയകുമാർ, വലിയൊരു വിടവാങ്ങലാണ് കേരളം നൽകുന്നത് അർജുന്. ഈ സന്ദർശകർ ഇത്രയും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാണോ കരുതേണ്ടത്? അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നീട്ടേണ്ട സാഹചര്യവും ഉണ്ടായത്? വേണു, ഒരു 12 മണിക്ക് മുമ്പ് 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. അതനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഷിരൂരിൽ നിന്ന് ആംബുലൻസ് എത്തുന്നതും ഒക്കെ ഏതാണ്ട് 8 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തുക എന്നത് തന്നെയായിരുന്നു. അതൊക്കെ സമയക്രമം അനുസരിച്ച് തന്നെ നടന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് അസാധാരണമായ ജനപ്രവാഹമാണ്. ആ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അർജുനെ പറ്റി അറിഞ്ഞും കേട്ടും ഒക്കെ അർജുനെ പറ്റി ഒരുപക്ഷെ അർജുനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലാത്തവർ അങ്ങനെ കൂട്ടം കൂട്ടമായി ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം, ആ വീടിന് പുറത്ത് ഗേറ്റിന് പുറത്തേക്ക് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. 2 വരി ആയിട്ടൊക്കെ നേരത്തെ അത് ക്രമീകരിച്ചാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ അവിടേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് ചിത ഒരുങ്ങിയിട്ടുണ്ട്. ഐവർ മഠത്തിൽ നിന്നുള്ള പുരോഹിതർ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവിടെ എത്തിയിട്ടുണ്ട്. സഹോദരനായിരിക്കും ഈ ചടങ്ങുകൾ നിർവഹിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 12 മണിയോടുകൂടി എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടത്തും. ഇനി കൂടുതൽ സമയം അതുണ്ടാകില്ല. ഏതാണ്ട് ഒരു 40-45 മിനിറ്റ് കൂടി മാത്രമേ നമ്മളോടൊപ്പം അർജുൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ അർജുൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും ബാക്കിയാവുക. ആ വീട് അർജുൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു. കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടായിരുന്നു, ധാരാളം ദൗത്യങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളും ദൗത്യങ്ങളും ഒക്കെ പാതി വഴിയിൽ അവസാനിപ്പിച്ച് ആ വീടിൻ്റെ പടി കടന്ന് എന്നേക്കുമായി പോയിരിക്കുകയാണ് അർജുൻ എന്ന സ്നേഹസമ്പന്നനായ പിതാവും മകനും സഹോദരനും ഒക്കെയായ സുഹൃത്തുമൊക്കെയായ ഒരാൾ. അപ്പോൾ അയാളെപ്പറ്റിയുള്ള നല്ല ഓർമ്മകൾ മാത്രമേ ആ നാട്ടുകാർക്ക്, ആ വീട്ടുകാർക്ക് പറയാനുള്ളൂ. വീടിനകത്തെ കാഴ്ചകൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. ഭാര്യ, അച്ഛൻ, അമ്മ, ഒരു പിഞ്ചു കുഞ്ഞ്, സഹോദരനും സഹോദരിമാരും, അതുപോലെ മറ്റു ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ വീടിനകത്തുണ്ട്. അവരുടെ കാര്യം, അവരുടെ ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നമുക്ക് വലിയ സങ്കട കാഴ്ചയാണ് അകത്തുള്ളത്. ആ കുഞ്ഞിനോടൊപ്പം അർജുൻ ചെലവഴിച്ച സമയം, ആ ദൃശ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വിങ്ങൽ നമുക്കുണ്ടാക്കും, വലിയ മുറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യം കണ്ട പലരും നമ്മൾ രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പറഞ്ഞത് ആ ദൃശ്യം കണ്ട് വീണ്ടും അവർ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് കുഞ്ഞുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്രത്തോളം ആഴത്തിൽ ആളുകളെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ അത്തരം കാഴ്ചകളും അനുഭവങ്ങളുമാണ് ആ വീട്ടിൽ നിന്ന് ഈ ഘട്ടത്തിലും വരുന്നത്. അർജുൻ എത്ര വലിയ ദൗത്യം ഏറ്റെടുത്ത് ജീവിതത്തിലൂടെ മുന്നോട്ട് പോയ ഒരു ചെറുപ്പക്കാരനാണ് എന്നത് ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകളും വിവരങ്ങളും സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ആളിനെയാണ്, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ്, അങ്ങനെ ഒരു സുഹൃത്തും സഹോദരനും അച്ഛനും ഒക്കെയായ ഒരാളിനെയാണ് നഷ്ടമായിരിക്കുന്നത്. ആ കുടുംബത്തിന് നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ ഒരാളെ കാണാതായി എന്ന് കരുതി എന്ന ദുഃഖത്തോടെ ജീവിക്കുന്നതിനേക്കാൾ കുറച്ച് ഭേദമാണല്ലോ ആളെ കണ്ടെത്തി മൃതദേഹം സംസ്കരിച്ചു എന്നൊരു മനസ്സമാധാനം ബാക്കിയുള്ളത്. അതുമാത്രമാണ് ഒരു സമാധാനം എന്ന് പറയാൻ കഴിയുന്നത്. ഒട്ടും അതൊരു ആശ്വാസമല്ല, ഒരു ചെറിയ മനസ്സമാധാനം മാത്രമാണുള്ളത്. 72 ദിവസത്തിന് ശേഷം ആളിനെ കിട്ടി, അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നൊരു സമാധാനത്തോടെ ആ കുടുംബത്തിന് ജീവിക്കാം. ആ കുടുംബത്തോടൊപ്പം ഇനി നാടുണ്ടാവുക, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവുക. ഈ മരണാനന്തര ചടങ്ങിലും ഈ സമയത്തൊക്കെ അർജുനെ കാണാനും ഒക്കെയായി വരുന്നവരുടെ സ്നേഹവും അവരുടെ വലിയ ഹൃദയവും പിന്തുണയും ഒക്കെ കുടുംബത്തോടൊപ്പം എക്കാലവും ഉണ്ടാവുക എന്നത് മാത്രമാണ് നമുക്ക് അർജുന് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പും അതുമാത്രമായിരിക്കും ആ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന വലിയ പിന്തുണയും. അത് മുഴുവൻ മലയാളികളുടെയും ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഏതായാലും ഈ കണ്ണാടിക്കൽ എന്ന ആ നാട്, ആ ഗ്രാമം, ആ ചെറുപ്പക്കാരനെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നതാണ് നമ്മൾ ഈ കാഴ്ചകളിലൊക്കെ കാണുന്നത്. രാവിലെ ഈ കേരളത്തിൻ്റെ അതിർത്തി കടന്നു വരുന്നത് മുതൽ എത്രയോ ഇടങ്ങളിൽ ആളുകൾ കൂട്ടമായി നിന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും ഒക്കെയായി അർജുനെ അവസാനമായി കാണുന്നതിനും യാത്രാമൊഴി നൽകുന്നതിനുമായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അവർക്കിടയിലൂടെ, അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ വിങ്ങുന്ന ഹൃദയത്തിൻ്റെ വേദനയ്ക്കിടയിലൂടെയാണ് ആംബുലൻസ് ഈ കണ്ണാടിക്കലിലെ ആ ഗ്രാമത്തിലേക്കും ആ വീട്ടിലേക്കും എത്തിയത്. അപ്പോഴത് കേവലം ആ ഒരു ഗ്രാമത്തിൻ്റെ മാത്രം വേദനയല്ല, നാടിൻ്റെ മുഴുവൻ, ലോകത്തെവിടെയും മലയാളികൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വേദനയാണ്. ഈ ലോകത്തെവിടെയും മനുഷ്യസ്നേഹികൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വേദനയായി അർജുൻ മാറുകയും ചെയ്തു. അർജുനെ കാണാതായ ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു.
എന്നതുൾപ്പെടെ അർജുൻ ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് വലിയ സംശയം അല്ലെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾക്ക് ആ പ്രതീക്ഷ കുറഞ്ഞു വന്നു. ഒടുവിൽ അർജുൻ എന്തു സംഭവിച്ചു എന്ന ചോദ്യം മാത്രമായി ബാക്കി. അപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾക്കെങ്കിലും അർജുനെ കണ്ടെത്തേണ്ടതില്ലേ, അല്ലെങ്കിൽ മൃതദേഹമെങ്കിലും കണ്ടെത്തേണ്ടതില്ലേ എന്ന ചോദ്യവുമായി നമ്മൾ മുന്നോട്ട് പോയതാണ്. ആ ദൗത്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ മനാഫ് ഹൃദയം തട്ടുന്ന ഒരു വാചകം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അർജുൻ്റെ കുട്ടി വലുതാകുമ്പോൾ മനാഫിനോട് എങ്കിലും എൻ്റെ അച്ഛനെ തെരഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനോട് ഞാൻ എന്തു പറയും? അപ്പോൾ അവൻ്റെ അന്നത്തെ ഭാവിയിൽ വരാനിരിക്കുന്ന കാലത്തെ ചോദ്യം പ്രതീക്ഷിച്ച് ഞാൻ നടത്തിയതാണ് ഈ രാപകലില്ലാത്ത അധ്വാനം. അതാണിപ്പോൾ ഫലമായത്. അച്ഛനെ തിരയാത്ത ഒരു തൊഴിലുടമയായിരുന്നില്ല, സുഹൃത്തായിരുന്നില്ല ഞാൻ. അച്ഛനെ തിരഞ്ഞ് കണ്ടെത്തി വീട്ടിലെത്തിച്ച ഒരാളാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഇടപെടൽ നടത്തി മനാഫ് എന്നതാണ് മനാഫ് ഇപ്പോഴും പറയുന്നത്. കേവലം അങ്ങനെ നമുക്കറിയാം വേണു, ഈ ഘട്ടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായതിനു ശേഷം നമ്മൾ എത്ര നല്ല മനുഷ്യരെ കണ്ടു. ഇപ്പം മനാഫ് അതിലൊരാളാണ്, സതീഷ് കൃഷ്ണ സെയിൽ എന്ന MLA അതിലൊരാളാണ്. അപ്പോൾ അതുപോലെ ഈശ്വർ മാൽപേ എന്ന നമ്മൾ ഇടയ്ക്കൊക്കെ മാത്രം വല്ലപ്പോഴുമൊക്കെ എവിടെയോ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മുങ്ങൽ വിദഗ്ധൻ, ഒരു മത്സ്യത്തൊഴിലാളി, അയാൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായത് ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഉത്തര കന്നഡ ജില്ലാ കളക്ടറെ നമ്മൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു നല്ല ഉദ്യോഗസ്ഥയെ പറ്റി കേട്ടു. അതുപോലെ എത്ര ആളുകളെ പറ്റി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ പറ്റി കേട്ടു. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പുതിയ ആളുകളെ കണ്ടു, പുതിയ മനുഷ്യരെ കണ്ടു. വലിയ ദൗത്യങ്ങൾ നടത്തുന്നതിലുണ്ടായ പാളിച്ചകൾ അത് തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കണ്ടു. അങ്ങനെ വലിയ ഇടപെടലുകൾ നടത്തിയ ദിവസങ്ങൾ, അതിന് നേതൃത്വം നൽകിയ ആളുകൾ, അവരെയൊക്കെ കണ്ടു. ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിൽ എന്ന MLA ഈ മൃതദേഹത്തെ അനുഗമിച്ചതായി ഇവിടെ കണ്ണാടിക്കൽ വരെ എത്തിയിരിക്കുകയാണ്. ഈശ്വർ മാൽപേ ആംബുലൻസിൽ ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് കൊടുത്ത വാക്കായിരുന്നു ഇവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ അവരെ കാണാൻ, വീട്ടുകാരെ ഒരിക്കൽ കൂടി കാണാൻ ഇവിടെ എത്തിയിരുന്നു. മനാഫ് എന്ന ലോറിയുടെ ആ കുടുംബത്തിലെ അംഗമായി മാറിയത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അങ്ങനെ ലോകത്തെവിടെയും ഉള്ള മനുഷ്യസ്നേഹികൾക്ക് ആ നിലയ്ക്ക് ചെറിയ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന കുറേ വർത്തമാനങ്ങൾ, വിവരങ്ങൾ ശിരൂരിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ദുഃഖം അതുതന്നെയാണ്. അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള വലിയ ദുഃഖം, സങ്കടക്കടലിൻ്റെ നടുവിൽ നമ്മളൊക്കെ നിൽക്കുകയാണ്. പക്ഷേ 72 ദിവസത്തെ നീണ്ട തെരച്ചിൽ, ആ തെരച്ചിലിനൊടുവിൽ അതുമാത്രമായിരുന്നു. ശരി, വിജയകുമാർ.